Hello, good morning. Welcome back to science class. അപ്പോൾ കുറേ കാലത്തെ എക്സാമിനൊക്കെ ശേഷം നമ്മൾ ഫോർത്തിലെ സയൻസ് വീണ്ടും പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് സയൻസിൽ പഠിക്കാനുള്ള ആദ്യ യൂണിറ്റ് ഏതാണെന്ന് അറിയാമോ? ഇറ്റ്സ് അബൌട്ട് സോയിൽ. നമ്മൾ സോയിൽസിനെ കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. Someone is talking about something. Okay. Rocks break to form soil which is used by the potter to make pots, by farmers to grow crops, and by brick makers. Okay. എന്താണ് rocks break to form soil? Rocks break ചെയ്താണ് എന്തുണ്ടാവുന്നത്? Soil ഉണ്ടാവുന്നത്. And that soil is used by a potter to make pots. Potter എന്ത് ചെയ്യുന്നു? Pot ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. By the farmer to grow crops. ഫാമർ അതിനെ ക്രോപ്സ് കൃഷി ചെയ്യാനായിട്ട് വിളവിനായിട്ട് ഈ മണ്ണ് ഉപയോഗിക്കുന്നു. മറ്റൊരാളാണെങ്കിൽ ബ്രിക്ക് മേക്കേഴ്സ് ബ്രിക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു അല്ലെ. അങ്ങനെ പല രീതിയിൽ ആ മണ്ണ് അല്ലെങ്കിൽ ആ സോയിലിനെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കിവിടെ എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഹൗ സോയിൽ ഈസ് ഫോംഡ്, എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്തിരിക്കുന്നത്. കൈൻഡ്സ് ഓഫ് സോയിൽ, ഏതൊക്കെയാണ് കൈൻഡ്സ് ഓഫ് സോയിൽ? And layers of soil, soil ഏതൊക്കെയാണ്? Which soil holds more water? ഏത് സോയിലാണ് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യുന്നത്? Animals in the soil, സോയിലിൽ ജീവിക്കുന്ന അനിമൽസ് ഏതൊക്കെയാണ്? സോയിൽ എറോഷൻ, സോയിലിന്റെ എറോഷൻ എന്താണ്? സോയിൽ കൺസർവേഷൻ, എങ്ങനെ സോയിലിനെ കൺസേർവ് ചെയ്യാം? How is soil formed? ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. How is soil formed? Soil is formed by breaking up of rocks. Rocks break ചെയ്താണ് എന്തുണ്ടാകുന്നത്? Soil form ചെയ്യുന്നത്. In the beginning, the earth's crust was made up of thick layer of rocks. By the action of the sun, the wind, and the rain, these rocks were broken into small pieces. The acids produced by the roots of plants also helped to break rocks. എന്താണ് സംഭവിച്ചത്? ആദ്യകാലത്ത് നമ്മുടെ എർത്തിന്റെ ദ ക്രസ്റ്റ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്, എർത്തിന്റെ ക്രിസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ദ ഹ്യൂജ് റോക്സ് എന്ന് പറയാം. ഓക്കെ, ഒരുപാട് റോക്സ് ഫിൽഡ് ആയ ഉണ്ടായിരുന്നു എർത്തിന്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്രസ്റ്റില് സണ്ണിന്റെയും വിൻഡിന്റെയും റെയിന്റെയും ഒക്കെ ആക്ഷൻ കാരണം, അവരുടെയൊക്കെ ആക്ഷൻ കാരണം എന്തുണ്ടായി? റോക്സ് ബ്രോക്കൺ ചെയ്യപ്പെടുകയുണ്ടായി. എങ്ങനെ ബ്രോക്കൺ ചെയ്യപ്പെട്ടു? ചെറിയ ചെറിയ കഷ്ണങ്ങളിലേക്ക്, ഇൻടു സ്മോൾ പീസസ്, ബ്രോക്കൺ ഇൻടു സ്മോൾ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി. ദ ആസിഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റൂട്ട് ഓഫ് പ്ലാന്റ്സ്, ചെടികളുടെ വേരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആസിഡ്സിൽ നിന്നും അമ്ലത്തിൽ നിന്നും എന്തുണ്ടായി? ഈ റോക്സ് ബ്രോക്കൺ ആവാൻ ഹെൽപ്പ് കിട്ടി. ഓക്കെ. Yes, these broken pieces of rocks were carried to other places by flowing water, strong winds, moving ice and landslide. അപ്പോൾ ഇത്തരത്തില് വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നവയുണ്ട്. വെള്ളത്തിലൂടെ മാത്രമല്ല, പിന്നെ ഇതിലൂടെയൊക്കെയാണ് ഒഴുകി പോകുന്നത്? സ്ട്രോങ് വിൻഡ്സിലൂടെയും മൂവിങ് ഐസിലൂടെയും പിന്നെ ലാൻഡ് സ്ലൈഡിലൂടെയും ഒക്കെ എന്ത് നടക്കുന്നുണ്ട്? ഇത്തരത്തിൽ ബ്രേക്കായ റോക്സ് ഒഴുകി പോകുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഒഴുകി പോവില്ല, മൂവ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേട്ട് എത്തിപ്പെടുന്നുണ്ട്. This breaking of rocks went on continuously for years. ഇത് എന്ത് ചെയ്യും? This breaking of rocks went on continuously for years. ഒരുപാട് വർഷങ്ങളോളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. After thousands of years, very fine sand pebbles, ഒരുപാട് ആയിരക്കണക്കിന് വർഷം കഴിയുമ്പോൾ എന്താവാണത്? അത് വളരെ ചെറിയ 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 സാൻഡ് ആയിട്ട് അങ്ങനെ ബ്രേക്ക് ചെയ്ത് അതിങ്ങനെ കണ്ടിന്യൂസ് ആയ പ്രൊസീജിയർ നടന്നിട്ട് അതിൽ നിന്നും എന്താണ് വെരി ഫൈൻ സാൻഡും പെബിൾസും പിന്നെന്താണ് ആൻഡ് ഗ്രേവൽ ഫോംഡ്. ഗ്രേവൽ ഇതൊക്കെ ആയിട്ട് ഫോം ചെയ്യുന്നു. These together with the rotten remains of dead plants and animals known as humus, which is dark brown or black in color, together with the rotten remains of dead plants and animals known as humus, which is dark brown or black in color. ഇത്തരത്തില് വേറൊരു രീതിയിൽ ഉണ്ടാവുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഇതിന്റെ കൂട്ടത്തില് ചത്ത ചീഞ്ഞ ചെടികളും മൃഗങ്ങളും ഒക്കെ റിമൈൻ ചെയ്ത് വരുന്ന ഒരു ഇതുണ്ട്. അതെന്താണെന്ന് അറിയാമോ?
ഹ്യൂമസ് എന്നാണ് വിളിക്കുക. ഹ്യൂമസ് എന്ത് നിറത്തിലായിരിക്കും എന്നറിയാമോ? ഡാർക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക് ഇൻ കളർ ആയിരിക്കും. മേക്കപ്പ് ദ സോയിൽ ദാറ്റ് വി ഹാവ് ടുഡേ. ഇന്ന് ഉണ്ടാവുന്ന മണ്ണ് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. സോയിൽസ് ഓൾസോ ഡിഫർ ഇൻ ദ മിനറൽസ് ദാറ്റ് ദേ കണ്ടെയ്ൻ. സോയിൽസ് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൽ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഓരോന്നിലും ഓരോ ടൈപ്പ് ഓഫ് സോയിലും ഓരോ ടൈപ്പ് ഓഫ് മിനറൽസ് കൺസിസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഡിഫറെന്റ് സോയിൽസ് കണ്ടെയ്ൻ ഡിഫറെന്റ് മിനറൽസ്. ഡിഫറെന്റ് സോയിൽസിൽ ഡിഫറെന്റ് മിനറൽസ് ആണുള്ളത്. ഇനി ഏതൊക്കെയാണ് കൈൻഡ്സ് ഓഫ് സോയിൽസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സോയിൽസ് ഉണ്ടെന്ന് നോക്കാം. There are four main kinds of soils. Four main kind of soils ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ they are gravel, sand, clay and loam. ഏതൊക്കെയാണ്? ഗ്രേവൽ ആണ് ഒന്ന്, രണ്ടാമത്തേത് സാൻഡ് ആണ്, തേർഡ് വൺ ഈസ് ക്ലേ ആൻഡ് ദ ലാസ്റ്റ് വൺ ലോം ആണ്. എന്താണ് ഗ്രേവൽ എന്നറിയണ്ടേ? ഗ്രേവൽ ഹാസ് വെരി ലാർജ് ഗ്രെയിൻസ് വിച്ച് ഡു നോട്ട് ഹോൾഡ് എനി വാട്ടർ ബിറ്റ്വീൻ ദം. ഈ ഗ്രേവൽ എന്ന് പറയുന്ന ഇനത്തില് ഒരുപാട് ലാർജ് ഗ്രെയിൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അതില് വാട്ടർ ഹോൾഡ് ചെയ്യാൻ സാധ്യമല്ല. ദേ ഹോൾഡ് എ ലോട്ട് ഓഫ് എയർ. അതിൽ ഒരുപാട് എയർ ഹോൾഡ് ചെയ്യുന്നു. Sand. Grains are smaller than gravel. Grains are smaller than gravel. Grains മറ്റേതിനേക്കാൾ ഗ്രാവലിനെക്കാളും ചെറുതായിരിക്കും. They are found on the beach or in a desert. അത് കാണപ്പെടുന്നത് ബീച്ച് ഏരിയയിലോ ഡെസേർട്ട് ഏരിയാസിലുമാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തീരപ്രദേശം. ആൻഡ് ഡെസേർട്ട് മീൻസ് മരുഭൂമി. ഓക്കെ. ആൻഡ് sand cannot hold much water and they contain air spaces between them. ഒരുപാട് വെള്ളം ഉൾക്കൊള്ളാൻ ഈ പറയുന്ന സാൻഡിന് സാധ്യമല്ല. പക്ഷേ എയർ സ്പേസസ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. Gravel and sand cannot be used for growing plants because they cannot retain water. ഇതിലെന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതില് ഈ ഗ്രേവലിനും സാൻഡിനും എന്തിനു സാധിക്കില്ല? അതില് ചെടികളെ വളരുവാൻ അനുവദിക്കാൻ സാധിക്കില്ല. അനുവദിക്കാൻ അതിന് വളരില്ല. ബിക്കോസ് ഗ്രോയിങ് പ്ലാന്റ്സ് ബിക്കോസ് ദേ കനോട്ട് റീറ്റെയിൻ വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് എന്താകാത്തത് ചെടി വളരാത്തത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ക്ലേ ആണ്. എന്താണ് ക്ലേ എന്ന് നോക്കാം. ക്ലേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി ഫൈൻ ഗ്രെയിൻസ് വിച്ച് സ്റ്റിക്ക് ടുഗദർ. വളരെ ഫൈൻ ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ്. അത് എന്ത് ചെയ്യും? പരസ്പരം ഇങ്ങനെ ഒട്ടി നിൽക്കും. ദ ക്ലേ പാർട്ടിക്കിൾസ് ക്യാൻ ഹോൾഡ് എ ലോട്ട് ഓഫ് വാട്ടർ. ക്ലേ പാർട്ടിക്കിൾസിന് ഒരുപാട് വെള്ളം തങ്ങി നിർത്താനുള്ള ശേഷിയുണ്ട്. ബട്ട് ദർ ഈസ് നോ എയർ സ്പേസ് ബിറ്റ്വീൻ ദ സോയിൽ പാർട്ടിക്കിൾസ്. സോയിൽ പാർട്ടിക്കിൾസിന് ഇടയ്ക്കാണെങ്കിൽ ഒട്ടും എയർ സ്പേസ് ഇല്ലതാനും. Therefore, clay alone is not good for growing plants. Therefore, clay alone is not good for growing plants because the roots of the plants cannot breathe in clay soil. Therefore, clay alone. എന്താണ് പറഞ്ഞത്? ഒറ്റയ്ക്ക് ക്ലേ കിട്ടിയ എന്തിനു പറ്റില്ല? ചെടികളെ വളർത്താൻ. ഒറ്റയ്ക്കുള്ള ക്ലേസിൽ നമുക്ക് ക്ലേ മാത്രമാണെങ്കിൽ അവിടെ എന്തിനു പറ്റില്ല? ചെടി വളർത്താൻ പറ്റില്ല. ബിക്കോസ് ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്സ് കാനോട്ട് ബ്രീത്ത് ഇൻ ക്ലേ സോയിൽ. അതിന് ഈ ചെടികളുടെ വേരിന് ക്ലേ സോയിലിൽ നിന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സോയിലിൽ നിന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് some plants like mangrove which grow in clay soil have roots which grow upward above the soil for breathing. ചില ചെടികളുണ്ട് മാംഗ്രൂവ് പോലെ, കണ്ടൽ വനങ്ങൾ പോലുള്ള ചെടികൾ എന്ത് ചെയ്യും? അവ ക്ലേയിലാണ് വളരുക. അവയ്ക്ക് എന്തിനുള്ള ശേഷിയുണ്ട്? അവരുടെ വേര് പുറത്തോട്ട് വളർത്തിയെടുത്ത് ബ്രീത്ത് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അടുത്തത് ലോമാണ് കേട്ടോ. ലോം എന്താണെന്ന് നോക്കാം. ലോം is a kind of soil which is got where equal amounts of sand and clay are mixed. ഈക്വൽ എമൗണ്ട് ഓഫ് ക്ലേയും സാൻഡും മിക്സ് ആയി കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ലോം എന്ന് പറയുന്നത്. ലോം ക്യാൻ ഹോൾഡ് ഇനഫ് വാട്ടർ ആൻഡ് എയർ ഫോർ ദ യൂസ് ഓഫ് പ്ലാന്റ്സ്. മതിയായ അളവിൽ വായുവും മതിയായ അളവിൽ വെള്ളവും മിക്സ് ചെയ്ത് അല്ലെങ്കിൽ തങ്ങി നിർത്താൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് മണ്ണാണ്, സോയിലാണ് ആരെന്ന് പറയുന്നത്? ലോം എന്ന് പറയുന്നത്. ലോം to which humus has been added makes a soil which is best for the growth of the plants. ഏത് ലോമിലാണോ
ഹ്യൂമസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ലോം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഒരുപാട് ഇത് വളരാൻ, ചെടികൾ വളരാൻ കാരണമാവുന്നു. ഓക്കെ, ഹ്യൂമൻസ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ഫോർ ദ പ്ലാന്റ്സ്. എന്താന്ന് വെച്ചാൽ ഒരുപാട് ചെടികൾ വളരുന്നു എന്നുള്ളതിനുപരി അത് നല്ലോണം വളരുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷത കേട്ടോ. നന്നായി വളരും അതില്. ആൻഡ് ഹ്യൂമസ് എന്ന് പറയുന്ന അതുണ്ടല്ലോ, അതായത് ഡീക്കേഡ് അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ പ്ലാന്റ് ഡെഡ് ആയിട്ട് അതിന്റെ വേസ്റ്റ് മിക്സ് ആയത്, ആ ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള സാൻഡ് മിക്സ് ആയത്, അതിന്ന് പറയുന്നത് വളരെയധികം മിനറൽ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ചെടി നല്ലോണം വളരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയാനുള്ളത്. ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 54 തന്നിരിക്കുന്ന ആക്ടിവിറ്റി ഒന്ന് നോക്കുക. Soil contains water. എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നു? Soil contains water. To take some soil in a beaker and cover it. എന്ത് ചെയ്യുക? നിങ്ങളൊരു ബീക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് സോയിൽ ഇടുക, എന്നിട്ട് അതിനെ കവർ ചെയ്ത് വെക്കുക, അടച്ചു വെക്കുക. Heat the beaker for some time. എന്ത് ചെയ്യുക? കുറച്ച് നേരത്തിന് ആ ബീക്കറിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. Now take off the lid. എന്നിട്ട് എന്ത് ചെയ്യുക? അത് തുറക്കുക. You will notice drops of water on the lid. അപ്പൊ എന്താവും? ആ ലിഡില് ഡ്രോപ്സ് ഓഫ് വാട്ടർ നമുക്ക് കാണാൻ സാധിക്കും. എന്താ കാരണം? മണ്ണിലുണ്ടായിരുന്ന വാട്ടർ വേപ്പർ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് എന്തായി? എവാപ്പറേറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയപ്പോ, ഹീറ്റ് ചെയ്തപ്പോ അത് പോയി തങ്ങുന്നത് അവിടെയാണ്, ഈ അടച്ചു വെച്ച ഭാഗത്താണ്. അതാണ് ഈ വാട്ടർ ഡ്രോപ്പ് ആയിട്ട് കാണുന്നത്, വാട്ടർ ഡ്രോപ്സ് ആയിട്ട് കാണുന്നത്. ദിസ് പ്രൂവ്സ് ദാറ്റ് സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. ഇതാണ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യുന്നത്? സോയിലിൽ വാട്ടർ ഉണ്ടെന്ന് തെളിയിക്കുന്നത്. അടുത്തത് ആക്ടിവിറ്റി 2. സോയിൽ ഹാസ് എയർ. Take some soil in a glass. ഒരു ഗ്ലാസ്സിൽ എന്നിട്ട് സോയിൽ എടുക്കുക. അപ്പോൾ വാട്ടർ ഓവർ ഇറ്റ്, അതിന്റെ മേലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. യു വിൽ സീ ബബിൾസ് കമ്മിങ് അപ്പ്. എന്ന് കാണാം, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ബബിൾസ് മുകളിലോട്ട് വരുന്നത് കാണാം അല്ലേ? ദിസ് ഹാപ്പൻസ് ബിക്കോസ് there is air trapped in the soil. ആ സോയിലിൽ എയർ ട്രാപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. This air escapes as bubbles. എന്തായിട്ട് എസ്കേപ്പ് ചെയ്യുന്നു? ബബിൾസ് ആയിട്ട് ഇത് എസ്കേപ്പ് ചെയ്യുന്നു. ഓക്കെ, അതാണ്. അപ്പൊ എന്താണ് അതിന് നമുക്ക് മനസ്സിലാക്കാം, അതിൽ എയർ ഉണ്ട്. എയർ ഉള്ളതുകൊണ്ടാണല്ലോ എയർസ് ബബിൾസ് ആയിട്ട് പുറത്തോട്ട് വരുന്നത് വെള്ളത്തിലൂടെ. നെക്സ്റ്റ് ലെയർ ഓഫ് സോയിൽസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ലെയേഴ്സ്. സോയിൽ എന്താണ്? ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദ ടോപ്പ് ലെയർ ഓഫ് ദ സോയിൽ ഈസ് ലൂസ്. നമ്മുടെ ടോപ്പ് ലെയർ ഓഫ് സോയിൽ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ലൂസ് ആയിരിക്കും. If we pick it up in our hand and feel the grains, we will find the soil to be loose and there may be roots of plants and grass in it. അതിൽ എന്തുണ്ടാവും? ചെടികളുടെയും മറ്റും അവശിഷ്ടങ്ങളും ഒക്കെ എന്തുണ്ടാവും? ടോപ്പ് ലെയറിലുണ്ടാവും. നമുക്ക് കയ്യിലിട്ട് നോക്കിയാൽ അറിയാം അല്ലെ? അത് ഭയങ്കര ലൂസാണ്. ദിസ് ഈസ് ദ ടോപ്പ് സോയിൽ. അതിനെയാണ് എന്ത് പറയുന്നത്? ടോപ്പ് സോയിൽ എന്ന് പറയുന്നത്. Next, if we dig a little deeper with a spade, we will find closely packed soil with some pieces of rock. ഇനി നമ്മളൊന്ന് ഡിഗ് ചെയ്ത് പോയി കുഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? കുറച്ച് ക്ലോസ്ലി പാക്ഡ് ആയ സോയിൽസ് കാണാൻ സാധിക്കും. അതിൽ എന്തുകൂടെ ഉണ്ടാവും? കുറച്ച് പാറ കഷ്ണങ്ങൾ അല്ലെങ്കിൽ കല്ലിന്റെ കഷ്ണങ്ങളൊക്കെ മിക്സ്ഡ് ആയിരിക്കും. This layer is harder and is the subsoil. ആ ലെയർ കുറച്ച് ഹാർഡർ ആണ്, കട്ടിയുള്ള, കാഠിന്യമേറിയതാണ്. ആ ലെയറിനെ, സെക്കൻഡ് ലെയറിനെ എന്ത് പറയും? സബ് സോയിൽ എന്ന് പറയും. ടോപ്പ് സോയിൽ കഴിഞ്ഞാൽ അടുത്തതാണ് സബ് സോയിൽ. If we dig still further, we will come to the solid rock from which the subsoil is formed. Okay, നമ്മള് ഇപ്പൊ സബ് സോയിൽ വരെ എത്തിയല്ലോ. സബ് സോയിൽ നിന്ന് പിന്നെയും കുഴിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് സാധിക്കും? We will come to the solid rock from which the subsoil is formed. സബ്സോയിൽ ഫോം ചെയ്യാനുണ്ടായ സോളിഡ് റോക്സ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ എത്തും. We find plants growing mostly in the top soil. നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോപ്പ് സോയിലാണ് കൂടുതലും ചെടികൾ വളരുന്നത് അല്ലേ? ആണ്. സൈഡിൽ നോക്കുക, ടോപ്പ് സോയിൽ, സബ് സോയിൽ, റോക്ക് എന്ന് പറഞ്ഞിട്ട് പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് സയൻസ് ബോർഡിൽ വരയ്ക്കണം കേട്ടോ. Activity 3, to find out what the topsoil is made up of, take some water in a bottle and add 2 handsful
of garden soil to it. എന്ത് ചെയ്യണം, നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് 2 പിടി പൂന്തോട്ടത്തിലെ മണ്ണുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഷേക്ക് ഇറ്റ് വെൽ ആൻഡ് allow it to settle. അതിന് നന്നായി കുലുക്കിയ ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അതിന് നന്നായി കുലുക്കിയ ശേഷം എന്ത് ചെയ്യുക, അതിനെ സെറ്റിൽ ആവാൻ വെക്കുക. യു വിൽ ഫൈൻഡ് ഇറ്റ് ടു ഹാവ് സെറ്റിൽഡ് ഇൻ 4 layers. നമുക്ക് എന്ത് കാണിക്കും, കുറെ വെള്ളം വേണം, എന്നിട്ട് അതിൽ കുറച്ച് എന്താ വേണ്ടത്, മണ്ണാണ് വേണ്ടത്. അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണുക, നമുക്ക് അതിന്റെ കുറെ ലേയേഴ്സ് ആയിട്ട് അത് സെറ്റിൽ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 4 layers ആണ് അതിൽ മെയിൻലി ഉണ്ടാവുക. You will find it to have settled in 4 layers. First one, at the bottom will be the coarse grains of gravel, small pieces of rock and stones. ഏറ്റവും താഴെ എന്താ ഉണ്ടാവുക, നമ്മുടെ ഗ്രേവലും മറ്റുമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. എന്താ കുറച്ച് മുകളിലുള്ളതാണ് രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത്. അതെന്താണ്, above the gravel you will find a layer of sand with grains bigger than those of clay, smaller than gravel. അതിന് തൊട്ട് മുകളിലുള്ള രണ്ടാമത്തെ ലെയറിൽ കാണുന്നത് ഗ്രേവലിന്റെ മുകളിൽ കാണുന്ന ലെയറാണ്. അതാണെന്ത്, ലെയർ ഓഫ് സാൻഡ് വിത്ത് ഗ്രെയിൻസ്. ഗ്രെയിനും സാൻഡും കൂടെ മിക്സ് ആയത്. എന്തായിരിക്കും ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ക്ലേനെക്കാട്ടിലും കുറച്ചുകൂടെ ബിഗർ, ഓക്കെ, സ്മോളർ ദാൻ ഗ്രാവൽ. ഗ്രാവലിനെക്കാട്ടിലും ചെറുതുമാണ്, എന്നാൽ ക്ലേനെക്കാട്ടിലും കുറച്ചുകൂടി വലുതുമാണ്. അങ്ങനെയുള്ള ഗ്രെയിൻസ് ഉണ്ടാവും. above this will be a layer of muddy water or clay. അതിന് മുകളിലുള്ളത് എന്താണ്, മഡി വാട്ടർ അല്ലെങ്കിൽ ക്ലേ ആണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് 3rd layer. And the 4th layer on top will be lighter soil. 4th ലെയറിലുള്ളത് ലൈറ്റർ സോയിലും ഫ്ലോട്ടിംഗ് വിത്ത് പീസസ് ഓഫ് ലീവ്സ്, ട്വിഗ്സ് എക്സെട്ര. കുറച്ച് കമ്പും ചുള്ളികളും ഇലകളും ഒക്കെ അതിന് മുകളിൽ ഉണ്ടെങ്കിൽ, മണ്ണിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിങ്ങനെ പാറിക്കിടക്കുകയും കുറച്ച് ചെറിയ 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 ലൈറ്റർ സോയിൽസും ഉണ്ടാവും. This is humus. അതിനെയാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. Loam is a good garden soil and has equal amount of sand and clay in it. Loam എന്ന് പറയുന്നത് ഒരു നല്ല ഗാർഡൻ സോയിൽ ആണ്. അതിൽ എന്തുണ്ടാവും, ഈക്വൽ എമൗണ്ട് ഓഫ് ക്ലേയും ഉണ്ടാവും, ഈക്വൽ എമൗണ്ട് ഓഫ് സാൻഡും ഉണ്ടാവും. മനസ്സിലായോ? ഇനി 4th and 5th ആക്ടിവിറ്റി നിങ്ങൾ വായിച്ചിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം കേട്ടോ. ചെയ്ത് എന്നെ കാണിച്ചു തരണം. അനിമൽസ് ഇൻ ദ സോയിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോയിലിലുള്ള അനിമൽസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.